സ്പൺ ഫിൽറ്റർ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നവർക്കറിയാം കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ സർവീസ് ആവശ്യമാണെന്നുള്ളത്. പലരും ടെക്നീഷ്യൻ വന്ന് നേരിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. എങ്കിൽ വിരലിലെണ്ണാവുന്ന ചില ആളുകൾ സ്പൺ ഫിൽറ്റർ വാങ്ങിച്ച് അവർ സ്വന്തമായി തന്നെ മാറ്റാറുണ്ട്. ഓക്കെ, മാറ്റുന്നത് വലിയ തെറ്റൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സെലക്ഷൻ. ഇത് വാട്ടർ പ്യൂരിഫയറിൻ്റെ പ്രീ ഫിൽറ്റർ ബൗൾ എന്ന് പറയുന്നത് പല സൈസിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഓരോ കമ്പനികളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിലാണ് ഇതിൻ്റെ ബൗൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് 10 ഇഞ്ച് എന്നുള്ള രീതിയിൽ കിട്ടുന്ന 2 സ്പണ്ണുകളാണിത്. രണ്ടിൻ്റെയും ലെങ്ത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് രണ്ടും 2 ബൗളിന് ഉദ്ദേശിച്ചാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്നത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ അതൊന്നും നോക്കാറില്ല, സ്പണ്ണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഈ ലെങ്ത്ത് കുറഞ്ഞ സാധനം ഉപയോഗിക്കേണ്ട ഭാഗത്ത് ലെങ്ത്ത് കൂടിയ സ്പണ്ണിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മോഡി ഫുള്ളായിട്ട് ലോക്ക് ആവില്ല. ഇനി ഇതിടേണ്ട ഭാഗത്ത് ഈ ലെങ്ത്ത് കുറഞ്ഞതിട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ലോഡാവില്ല. ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ടൈപ്പ് ബൗളിനകത്ത് ഈ റിങ് പോലൊരു സാധനം വന്ന് സ്പണ്ണിൽ ലോഡാകുമ്പോഴാണ് ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. നേരെ മറിച്ച് ലെങ്ത്ത് കുറഞ്ഞൊരു സ്പണ്ണാണ് നിങ്ങളവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഫിൽട്രേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഏതാണോ നിങ്ങളുടെ ബൗള് അതിനനുസരിച്ചുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പണ്ണ് മാത്രം സെലക്ട് ചെയ്യുക. ഇനി ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഷോപ്പുകളിൽ പൊതുവേ സ്പൺ ഫിൽറ്ററിന് വില കൂടുതലാണെന്ന് കരുതിയിട്ട് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടിൻ്റെയും ഒരു ചെറിയ എക്സാമ്പിൾ സഹിതം ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് രണ്ടും നോർമലായിട്ട് കാണുന്ന 10 ഇഞ്ച് ഫിൽറ്ററാണ്. ഇതിൻ്റെ വ്യത്യാസം കാണുന്നുണ്ടല്ലോ അല്ലേ. ഓൺലൈനിൽ 6 എണ്ണം 300 അല്ലെങ്കിൽ 10 എണ്ണം 500 എന്നുള്ള ഗംഭീര ഓഫറാണെന്ന് പറഞ്ഞിട്ട് പലരും വാങ്ങിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിന് പിന്നിൽ സംഭവിക്കുന്നത് ഈ സൈറ്റുകാർ അല്ലെങ്കിൽ ആ വിൽക്കുന്ന ആളുകൾ നിങ്ങളെ ഗംഭീരമായിട്ട് പറ്റിച്ചതാണ്. അല്ലാതെ ഗംഭീര ഓഫറൊന്നുമില്ല. ആ ഒരു വിലയ്ക്കനുസരിച്ചുള്ള ക്വാളിറ്റി മാത്രമേ നിങ്ങൾക്കതിൽ കിട്ടുകയുള്ളൂ. നോർമലായിട്ട് ഇത്രയും ഏരിയ കവർ ചെയ്യുമ്പോൾ അതിന് ഫിൽറ്ററിന് ലൈഫ് കൂടുതൽ കിട്ടും. അതിന് ഈക്വലായിട്ട് ഏരിയ കുറച്ച് വരുമ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിളും ഗണ്യമായി തന്നെ കുറയും. അതുകൂടാതെ ഇതിൻ്റെ ക്വാളിറ്റിയും തിക്നെസ്സും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ മറ്റൊരു സൈറ്റിൽ ഞാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ച, അതും ടെക്നീഷ്യനാണ് വന്ന് മാറ്റിയെന്നാണ് പറഞ്ഞത്. ഏത് ടെക്നീഷ്യനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ടൈപ്പ് ഈയൊരു ഹൈറ്റ് വ്യത്യാസം, ഈ ടൈപ്പ് സ്പണ്ണ് യൂസ് ചെയ്യേണ്ട ഒരു ബൗളിനകത്തേക്ക് അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു സ്പണ്ണിനെ വാങ്ങിച്ച് കട്ട് ചെയ്ത് അതിൽ കയറ്റി കൊടുത്തിരിക്കുകയാണ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ത്രെഡാണ്. ഇത് ആ ബൗളിനകത്ത് പോയി ത്രെഡിൽ പോയി ലോക്കായിട്ട് പുറത്ത് വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് അകത്തേക്ക് പോകേണ്ടത്. അതിന് പകരമായിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു സ്പണ്ണിനെ കട്ട് ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഏതാ ടെക്നീഷ്യൻ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ടെക്നീഷ്യൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അഴുക്ക് വന്ന് പിടിക്കുന്നത് ഈ സ്പണ്ണിൽ മാത്രമല്ല, ആ വെള്ളം പാസ് ചെയ്ത് വരുന്ന ട്യൂബിനകത്തും അഴുക്കുണ്ടാവാറുണ്ട്. പലരും സ്പണ്ണഴിക്കുന്നു, മാറ്റുന്നു, വീണ്ടും പുതിയത് സെറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ട്യൂബിനകത്തുള്ള വെള്ളം തുറന്ന് വിടാതെയോ അല്ലെങ്കിൽ ആ അഴുക്ക് തുറന്ന് വിട്ടില്ലെങ്കിൽ ആ സ്പണ്ണ് സെറ്റ് ചെയ്ത ഉടനെ തന്നെ ഈ പൈപ്പിനകത്തും ട്യൂബിനകത്തും ആ തങ്ങി നിൽക്കുന്ന അഴുക്ക് വന്ന് ഇതിനകത്ത് വന്ന് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇനി മൂന്നാമത്തെ കാര്യം, ഓരോ തവണ നമ്മൾ സ്പൺ ഫിൽറ്റർ മാറ്റുമ്പോഴും, അതായത് ഒരു കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യുമ്പോഴും ആ പ്യൂരിഫയറിൻ്റെ ടാങ്ക് കൂടെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കേവലം ഒരു സ്പണ്ണ് മാറ്റാൻ പോലും ഇത്രയും സൂക്ഷ്മത പാലിക്കേണ്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കിത് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ടെക്നീഷ്യനെ കോൺടാക്റ്റ് ചെയ്യുക. അതൊരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ട് നമ്മളെ ടെക്നീഷ്യൻ നിങ്ങൾക്ക് വന്ന് സർവീസ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ അറിയാൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്